ഹായ്. കുറേ നാളായി സ്പോർട്സിൻ്റെ ഒരു വീഡിയോ ചെയ്യാത്തത്. അപ്പം നമ്മളെ പ്ലേ ഓഫ് IPL പ്ലേ ഓഫ് രണ്ടെണ്ണം കഴിഞ്ഞു. ഒരു എലിമിനേറ്ററും കഴിഞ്ഞു, പ്ലേ ഓഫ് വണ്ണും കഴിഞ്ഞു. ഇനി അടുത്ത പ്ലേ ഓഫ് 2 ആണ്, അത് നാളെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് ശനിയാഴ്ചയാണെന്ന് മനസ്സിലാവല്ലോ. എനിക്ക് രണ്ട് കളിയും കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ ആയിട്ട് IPL കാണുന്നത് തന്നെ വിരളമാവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇരിക്കാനൊരു സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ പിന്നെ അതിനോട് താല്പര്യം കിട്ടാറില്ല എന്നുള്ള ലെവലിലേക്ക് വന്നു. കാരണം ഈ എല്ലാവരും പറഞ്ഞാല് ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയോ, അല്ലെങ്കിൽ കളികൾക്കൊന്നും ഒരു രസമില്ലാതായോ എന്നുള്ള ഒരു ഡൗട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ മാച്ച് നമ്മുടെ ക്വാളിഫയർ 1 എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്ന RCBയും പഞ്ചാബും ആയിരുന്നു. അത് ഒരു നല്ലൊരു പ്രകടനം പ്രതീക്ഷിച്ചു പോയെങ്കിലും പഞ്ചാബിന്റെ ഭാഗത്തുനിന്നും വളരെ മോശമായിട്ടൊരു പ്രകടനമായിരുന്നു ഞാൻ കണ്ടത്. കാരണം പ്രതീക്ഷിച്ച അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ഒരാൾ പോലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവസാനമായല്ലോ, ഇനിയെങ്കിലും പിടിച്ചു നിൽക്കാൻ ക്ഷമ കാണിക്കുമെന്ന് തോന്നിയ സ്റ്റോയിനസ് പോലും അടിച്ച് വെറുതെ ഔട്ടാവുന്ന രീതിയിലേക്കൊക്കെ പോകുന്നതായിട്ട് കണ്ടിരുന്നു. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ രണ്ട് കളികളും, അതായത് എലിമിനേറ്റേഴ്സും ക്വാളിഫയർ 1ഉം, രണ്ടിലും എനിക്ക് രസകരമായി തോന്നിയ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പാകിസ്ഥാനുമായുള്ള ഒരു യുദ്ധപരമായ സാഹചര്യം മൂലം ഒരുപാട് താരങ്ങൾ IPL നിന്നും അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞതുകൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള കളികൾ, അതായത് ഇംഗ്ലണ്ടും മറ്റൊരു ടീമുമായിട്ട് കളി വെച്ചത് കൊണ്ട്, ഓസ്ട്രേലിയയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ കളിക്കാൻ പോകുന്നു. അങ്ങനെ എല്ലാവരും അവരുടേതായ കളികളിലേക്ക് പോകുന്നുണ്ട്. ഒരുപാട് താരങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോയപ്പോൾ അവർക്ക് പകരം ആരെ വേണമെങ്കിലും എടുക്കാം എന്നുള്ളൊരു നിബന്ധന കൊണ്ടുവന്നു. അങ്ങനെയാണ് ഡൽഹിയൊക്കെ നമ്മുടെ മുസ്തഫിസുർ റഹ്മാനെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, ഈ കൊണ്ടുവന്ന താരങ്ങളെ അപ്പോൾ തന്നെ അവർക്ക് 11ൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അതിൽ ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് RCB മായങ്ക് അഗർവാളിനെ എടുത്താണ്. മായങ്ക് അഗർവാൾ പണ്ടേ ഇവിടെ അവൈലബിൾ ആയിരുന്നു. അയാളെ അവർ ഓപ്ഷനിൽ പോലും വിളിച്ചെടുത്തിരുന്നില്ല. പക്ഷെ ഇവിടെ ഒരുപാട് അവർക്ക് ബാറ്റ്സ്മാൻമാർ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു, അവർ വിളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ പറയുന്ന ദേവദത്ത് പടിക്കലിന് പരിക്ക് പറ്റി പോയതിനെ തുടർന്ന് മായങ്ക് അഗർവാളിനെയാണ് അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അയാൾ വളരെ നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. അയാളായിരുന്നു ഈ പറയുന്ന ക്വാളിഫയർ 1ൽ ഒരുപക്ഷെ RCBക്ക് വേണ്ടി വളരെ മികച്ച ഒരു പ്രകടനം നടത്തിയത്. അയാൾ ഔട്ടാവാതെ നിന്നു, നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. അതുപോലെ തന്നെ മുംബൈക്ക് വേണ്ടിയിട്ട് ഓപ്പണിംഗ് ആയിട്ട് ഇറങ്ങിയ രോഹിത് ശർമ്മക്കൊപ്പം ഇറങ്ങിയ ജോണി ബെയർസ്റ്റോ, പുള്ളിയൊക്കെ നല്ല വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ആണ്. എന്നിട്ടും അയാൾ എങ്ങനെയാണ് അൺസോൾഡ് ആയി പോയത് എന്നുള്ളത് അറിയില്ല. അയാൾ വന്നു, അയാൾ വളരെ നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു, നല്ല വെടിക്കെട്ട് തന്നെ കാഴ്ചവെക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ രണ്ടുപേരും, അതായത് അൺസോൾഡ് ആയി പോയവരെ ഇവർ തിരിച്ചു വിളിച്ച് ഫസ്റ്റ് തന്നെ, ബാക്കിയുള്ളവർ ഉണ്ടായിട്ട് പോലും മുംബൈ ഇന്ത്യൻസിൽ അങ്ങനെ അല്ലെങ്കിൽ കൂടിയും, കാരണം ഒരു വിദേശ താരമാണ് പോയത്, വിദേശ താരങ്ങൾ ബാറ്റ്സ്മാൻമാർ രണ്ടാളായിട്ട് പോയി. അപ്പൊ അവർക്ക് എന്തായാലും വിദേശ താരത്തെ തന്നെ ഉൾപ്പെടുത്താം എന്നുള്ള, ഈ കൊണ്ടുവരുന്നവരെ തന്നെ ഉൾപ്പെടുത്താം എന്നുള്ളത് ഉണ്ടായിരുന്നെങ്കിലും, നേരെ മറിച്ച് ഈ പറയുന്ന ഇവരുടെ കേസിൽ അങ്ങനെ ആയിരുന്നില്ല. കാരണം ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷെ മായാങ്കിനെ അവർ വന്നപാടെ അവർ ടീമിൽ ഉൾപ്പെടുത്തി. അപ്പം എന്തിനായിരുന്നു അയാൾ ഇത്രയും കാലം പുറത്തു നിർത്തി എടുക്കാതിരുന്നത്? അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അങ്ങനെ ആ ലെവലിലൊക്കെ വരുന്ന കളികളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ക്വാളിഫയർ 2ൽ പഞ്ചാബും മുംബൈയും തമ്മിലാണ്. ആ മാച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം മുംബൈ രണ്ടും കൽപ്പിച്ചാണ് എന്ന മട്ടിലാണ് ആദ്യമായിട്ട് അവർ എലിമിനേറ്റേഴ്സിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഇനി അവർ കപ്പടിക്കുമോ എന്നുള്ളതാണ്. കാരണം ഇതുവരെയും എലിമിനേറ്റേഴ്സ് കളിച്ച അവർ ഒരു കപ്പടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ RCB അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഫൈനലിൽ ആരായിരിക്കും നമുക്ക് കിട്ടുന്ന എതിരാളികൾ.
ഇനിയിപ്പോ പഞ്ചാബാണ് വരുന്നെങ്കിൽ പഞ്ചാബ് ആ സമയത്ത് എന്താവും അവസ്ഥ എന്നുള്ളത് അറിയില്ല. കാരണം അവർ ഏത് കളി ഏത് രീതിയിലായിരിക്കും പ്രകടനം നടക്കുന്നത്. കാരണം ഇത്രയും നാള് നല്ല രീതിയിൽ വന്ന പഞ്ചാബ് പെട്ടെന്നായിരുന്നു ഒരു ആ ഒരു മൊമെന്റം നഷ്ടപ്പെട്ടതുപോലെ പ്രതികരിച്ചത്. അതുപോലെ തന്നെ മുംബൈ ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ പറയുന്ന പോലെ ഈ ക്വാളിഫൈ ചെയ്ത ഒരു ടീമിനോട് ഈ സീസണിൽ വിജയിക്കുന്നത്. അത് എലിമിനേറ്റേഴ്സിൽ വെച്ചായിരുന്നു. ഇനിയിപ്പോ അടുത്ത കളി പഞ്ചാബിനോട് ജയിക്കുമോ എന്നുള്ളത് അറിയാം. പഞ്ചാബ് ജയിച്ച ഓൾറെഡി രവിചന്ദ്രൻ അശ്വിൻ പറഞ്ഞു കഴിഞ്ഞു, മുംബൈ ആണ് വരുന്നതെങ്കിൽ RCBക്ക് കപ്പ് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ RCB വളരെ നന്നായിട്ട് പേടിക്കണം. കാരണം അവർ അത്രയും പ്രിപ്പറേഷൻ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും അവർ വരുന്നത്. അപ്പോൾ എന്തായിരിക്കും പൂരം എന്ന് കണ്ടറിയാം. കാരണം റിക്കി പോണ്ടിങ് അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ അടങ്ങുന്ന ഒരു നിരയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അവരിടയിൽ ഏറ്റവും വലിയ പ്രശ്നം പഞ്ചാബിന് ഇന്ത്യൻ ക്യാപ്ഡ് താരങ്ങളായിട്ട് ആകെയുള്ളത് ശ്രേയസ് അയ്യർ മാത്രമാണ്. ബാക്കി എല്ലാവരും അവരുടെ പിന്നെയുള്ളത് ബോളറായിട്ടുള്ള അർഷദീപ് സിംഗ് ആണ്. ബാക്കി എല്ലാവരും അൺക്യാപ്ഡ് ആണ്. അതാണ് ഒരു ക്വാളിഫയിങ് റൗണ്ടിൽ അവർക്ക് പറ്റിയ പ്രശ്നം. കാരണം വെച്ചാൽ ക്വാളിഫൈ കളിക്കുന്ന ഒരു ടീമിൽ വരുന്ന ഒരു പ്ലെയർ എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം ഒരാൾ പോലും ഇന്ത്യൻ ടീമിലോ അല്ലെങ്കിൽ ക്യാപ്ഡ് ആയിട്ടുള്ള പ്ലെയറോ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം, അതുമല്ല അവർ 9 വർഷത്തിന് ശേഷമോ മറ്റാണ് ഇങ്ങനെ ഒരു ക്വാളിഫയിങ് റൗണ്ട് കളിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പഞ്ചാബിന് ഒരു അടിപതറിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ആ ഒരു തെറ്റുകൾ തിരുത്തിക്കൊണ്ട് പഞ്ചാബ് വരുമോ? അതല്ല ജസ്പ്രീത് ബുംറയെ പോലുള്ള ബുംറയുടെ യോർക്കറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ വാഷിങ്ടൺ സുന്ദറിനെ എമ്മാതിരി യോർക്കറിലാണ് അയാൾ ഔട്ടാക്കിയത്. അതുപോലെ റിച്ചാർഡ് ഗ്ലീസൺ വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ ഒരു മികച്ച ബൗളിംഗ് പ്രകടനം കണ്ടിരുന്നു. ഹർദിക് പാണ്ഡ്യയുടെ അട്ടി, രോഹിത് ശർമ്മ, ബേർസ്റ്റോ, പിന്നെ നമ്മുടെ ഓറഞ്ച് ക്യാപ്പിനായി മത്സരിക്കുന്ന സൂര്യകുമാർ യാദവ്, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. പിന്നെ ട്രെന്റ് ബോൾട്ടിന്റെ ബോളിംഗ് പ്രകടനം എടുത്തു പറയുന്നത്. കാരണം ഓറഞ്ച് ക്യാപ്പിന് വേണ്ടി അടുത്തൊരു മത്സരാർത്ഥി എന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ ശുഭ്മാൻ ഗില്ലിനെയാണ് അദ്ദേഹം ഔട്ടാക്കിയത്. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് കണ്ടിരുന്നു. അപ്പം ഇവരൊക്കെ തമ്മിലുള്ള ഒരു മത്സരം തന്നെ ആയിരിക്കുന്നു. കാരണം ഒരു ക്യാപ്ഡ് എക്സ്പീരിയൻസ്ഡ് IPL പ്ലെയേഴ്സും അൺക്യാപ്ഡ് മികച്ച പെർഫോമൻസ് ഉള്ള താരങ്ങളുള്ള പഞ്ചാബും തമ്മിലുള്ള മത്സരമായിരിക്കും ഇനി അടുത്തായി നടക്കാൻ പോകുന്നത്. അവരെയും കാലത്ത് അപ്പുറം ഇതുവരെ കപ്പ് കിട്ടാത്ത പഞ്ചാബിനും കിട്ടിയിട്ടില്ല. പക്ഷെ അതുപോലെയല്ല ഈ സാല കപ്പ് നമ്തേ എന്ന് എല്ലാ സീസണും പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യമെങ്കിലും ഇതിനൊരു ചരിത്രം തിരുത്തി കുറിക്കണം എന്ന് പറയുന്ന ബാംഗ്ലൂരു ഇവർ രണ്ടുപേരുടെയും ആരായിരിക്കും നമുക്ക് ഫൈനലിൽ കിട്ടുക എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും പൊടിപാർന്ന പൂരം നമുക്ക് അടുത്ത ചൊവ്വാഴ്ചക്കകം ആർക്കായിരിക്കും കപ്പ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺ.